ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർ വോൾട്ടർ സ്കോട്ട് എഴുതിയ ലോക്ക് ഇൻ വോർ എന്നൊരു പോയമാണ്. സോ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നോക്കി, പിന്നെ സർ വോൾട്ടർ സ്കോട്ടിനെ കുറിച്ചും നോക്കിയിട്ട് ലൈൻ ബൈ ലൈൻ അനാലിസിസ് ആൻഡ് തീംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. കമ്മിങ് ടു ഇൻട്രൊഡക്ഷൻ, ലോക്ക് ഇൻ വാർ ഇസ് എ നറേറ്റീവ് പോം. നറേറ്റീവ് പോം എന്ന് പറയുന്നത് എന്താണ്? നറേറ്റീവ് പോം എന്ന് പറയുമ്പോഴത്തേക്കും ആ പോയത്തിനുള്ളിൽ ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു കഥയുണ്ടാവും. സോ അതാണ് ലോക്ക് ഇൻ വാർ. ലോക്ക് ഇൻ വാർ എന്ന് പറയുന്ന ശരിക്കും ഒരു ചെറിയ കഥയാണ് ആ പോയത്തിൽ പറയുന്നത്. അതിമനോഹരമായൊരു കഥ. അത് സർ വോൾട്ടർ സ്കോട്ടാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മാർമിയൂൺ എന്ന 1808 പബ്ലിഷ് ചെയ്ത വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തൊരു പോയമാണിത്. സോ അത് ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത് ലോക്ക് ഇൻ വാർ എന്നൊരു നൈറ്റിനെ കുറിച്ചാണ്. സോ ആരാണ് ലോക്ക് ഇൻ വാർ? ലോക്ക് ഇൻ വാർ ഒരു നൈറ്റ് ആണ്. KNIGHT. നൈറ്റ് എന്താണെന്ന് നമുക്ക് കൂടുതൽ നോക്കാം അടുത്ത സ്ലൈഡിൽ. അപ്പം ലോക്ക് ഇൻ വാർ നമ്മുടെ കാടും മലയൊക്കെ കടന്ന് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യുക, ഒരു വെഡിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുവാണ്. അപ്പം അവിടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ ലോക്ക് ഇൻ വാറിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആളുടെ പേരാണ് എലൻ. അപ്പം എലന്റെ കല്യാണമാണ് നടക്കുന്നത്. അപ്പം ലോക്ക് ഇൻ വാർ എലന്റെ കല്യാണത്തിന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ചെറിയൊരു ഇൻസിഡന്റ് ഒക്കെ നടക്കും. എന്നിട്ട് ലോക്ക് ഇൻ വാറും എലനും കൂടെ രണ്ടുപേരും ഒരുമിച്ച് കുതിരപ്പുറത്ത് വന്ന പോലെ തന്നെ ഹോഴ്സ് ബാക്കിൽ തിരിച്ച് രക്ഷപ്പെടുകയാണ്. പുറകെ ഒരുപാട് എലന്റെ ഫാമിലികളൊക്കെ പുറകെ പോകാൻ ശ്രമിച്ചെങ്കിലും പിടികിട്ടുന്നില്ല. അപ്പൊ അതാണ് ബേസിക്കലി ഈ പോയം ഡിസ്കസ് ചെയ്യുന്നത്. സർ വോൾട്ടർ സ്കോട്ട് ഒരു സ്കോട്ടിഷ് പോയറ്റും നോവലിസ്റ്റും ഹിസ്റ്റോറിയനുമാണ്. അദ്ദേഹത്തിന് പലപ്പോഴും ഫൗണ്ടർ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ നോവൽ ഇൻ ഇംഗ്ലീഷ് എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വർക്ക്സ് ആണ് ഇവാനോ, റോബ് റോയ്, മാർമിയോൺ എക്സെട്ര. ഈ മാർമിയോൺ എന്ന വർക്കിൽ നിന്നാണ് നമ്മുടെ ലോക്ക് ഇൻ വാർ എടുത്തിട്ടുള്ളത്. അതിലെ ക്യാൻഡോ 5 ലോക്ക് ഇൻ വാർ എന്ന പോം വരുന്നത്. നൈറ്റ്സ്. ആരാണ് നൈറ്റ്സ്? നൈറ്റ്സ് എന്ന് പറയുന്നത് മിഡീവിയൽ പീരീഡിൽ ജീവിച്ചിരുന്ന യോദ്ധാക്കന്മാരല്ല, വാരിയേഴ്സിനാണ് നമ്മൾ നൈറ്റ്സ് എന്ന് വിളിക്കുക. അവരൊരു കോഡ് ഓഫ് ഷിവാൽഡറി ഫോളോ ചെയ്തിരുന്നു. അതായത് ഷിവാൽഡ്രിക് എന്ന് പറയുമ്പോൾ എന്താ, അവർ ഭയങ്കര ലോയലാണ്, ഭയങ്കര ബ്രേവ്, ധൈര്യശാലികളാണ്, ഹോണർ കീപ്പ് ചെയ്തിരുന്നു. ആൻഡ് സർവീസ് ടു ദ കിങ്, അതായത് രാജാക്കന്മാരെയും ആളുകളെയൊക്കെ സേവിക്കുക എന്നതാണ് അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര റൈറ്റിയസ് ആയിട്ടുള്ള, ജസ്റ്റ് ആയിട്ടുള്ള ആളുകളില്ലേ, വാരിയേഴ്സ്, അവരാണ് ഈ നൈറ്റ്സ്. അവരെപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരുപാടധികം കഥകൾ കാണാം. നൈറ്റ്സ് വന്നിട്ട് ലേഡി ഇൻ ഡിസ്ട്രസ്, അതായത് രാജകുമാരിമാരൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സേവ് ചെയ്യുന്നത്. സോ ഈ നൈറ്റ്സിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് കിങ് ആർത്തറിനെ, അതുപോലെ തന്നെ സർ ലാൻസ്ലോട്ട്, സർ ഗവി, ഇവരൊക്കെ നൈറ്റിൻ്റെ എക്സാമ്പിളാണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ അറിയെങ്കിൽ കോമെന്റ് ചെയ്യുക. നമുക്കിനി ഈ പോയം ഒന്ന് വായിച്ചു നോക്കാം. ലോക്ക് ഇൻ വാർ. O young Lochinvar is come out of the west. Through all the wide border his steed was the best, and save his good broadsword he weapons had none. He rode all unarmed and he rode all alone. So faithful in love and so dauntless in war, there never was knight like the young Lochinvar. He stayed not for brake and he stopped not for stone. He swam the Esk river before there was none. But ere he alighted at Netherby gate, the bride had consented, the gallant came late. For a laggard in love and dastard in war was to wed the fair Ellen of brave Lochinvar. So boldly he entered the Netherby hall, among the bridesmen and kinsmen and brothers and all. Then spoke the bride's father, his hand on his sword, for the poor craven bridegroom said never a word. Oh, come here in peace, or come here in war, or to dance at our bridal, young Lord Lochinvar. I long wooed your daughter, my suit you denied. Love swells like the Solway, but ebbs like its tide. And now am come, with this lost love of mine, to lead but one measure, drink one cup of wine. There are maidens in Scotland more lovely by far, that would gladly be bride to the young Lochinvar. The bride kissed the goblet, the knight took it up. He quaffed of the wine and he threw down the cup. She looked down to blush and she looked up to sigh, with a smile on her lips and a tear in her eye. He took her soft hand, ere her mother could bar. Now tread we a measure, said young Lochinvar, so stately in form, and so lovely her face, that never a heart such a gallia did grace. While her mother did fret, and her father did fume, and the bridegroom stood dangling his bonnet blue, and the bridemaidens whispered, it were better by far to have matched our fair cousin with young Lochinvar. One touch to her hand, and one word in her ear, when they reached the hall door, and the charger stood near. So light to the troop, the fair lady he swung, so light to the saddle before her he sprung.
She's one, we are gone over bank, bush, and scar. They'll have fleet steeds that follow, quoth young Lochinvar. There was mounting among Grimms of the Netherby clan, Fosters, Fenwicks, and Musgraves. They rode and they ran. There was racing and chasing on Canterbury, but the lost bride of Netherby never did they see. So daring in love and so dauntless in war. Have you ever heard of a gallant like young Lochinvar? പോയം ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ലോക്ക് ഇൻ വാർ ഇസ് കം ഔട്ട് ഓഫ് ദ വെസ്റ്റ് എന്നാണ്. അതായത് ലോക്ക് ഇൻ വാർ വെസ്റ്റിൽ നിന്ന് വരികയാണ്. ത്രൂ ഓൾ ദ വൈറ്റ് ബോർഡർ ഹിസ് സ്റ്റീഡ് വാസ് ദ ബെസ്റ്റ്. സോ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് ലോക്ക് ഇൻ വാർ സ്റ്റീഡിൽ വരും. സ്റ്റീഡ് എന്ന് പറയുന്നതാണ് കുതിര ഓർ ഹോഴ്സ്. അപ്പം ഹോഴ്സ് അദ്ദേഹത്തിന്റെ ഹോഴ്സ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. എന്താ അത്രയ്ക്ക് മാജസ്റ്റിക് ആൻഡ് അത്രയ്ക്ക് ഒരു കരിസ്മ ഉണ്ടായിരുന്നു ആ ഒരു ഹോഴ്സിന്. ആ ഒരു ഹോഴ്സിന്റെ പുറത്ത് കയറി ബോർഡറൊക്കെ ഏത് ബോർഡറാണ് ഇംഗ്ലീഷ് സ്കോട്ടിഷ് ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് ലോക്കിൻവാർ വരുമായിരുന്നു. ആൻഡ് സേവ് ഹിസ് ഗുഡ് ബ്രോഡ് സ്വേർഡ്. സ്വേർഡ് എന്ന് പറയുന്നത് ഒരു സ്വേർഡാണ് വിത്ത് എ വൈറ്റ് ബ്ലേഡ് ഉള്ള സ്വേർഡിനാണ് നമ്മൾ ബ്രോഡ് സ്വേർഡ് എന്ന് പറയുന്നത്. ആകെ ഒരു സ്വേർഡ് മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാക്കുള്ളൂ. അല്ലാതെ വേറൊരു വെപ്പൺസോ പുള്ളി ആംഡ് ആയിരുന്നില്ല. വേറെ വെപ്പൺസോ വലിയ മെഷീനറീസോ നൈഫ്സോ അല്ലെങ്കിൽ ഒരു ഗാർഡോ ആരുമില്ല, ഒറ്റയ്ക്കായിരുന്നു. ഹി റോഡ് ഓൾ അൺആംഡ് ആൻഡ് ഹി റോഡ് ഓൾ അലോൺ. ഒരു പുള്ളിക്ക് ആംഡ് അല്ലായിരുന്നു, അൺആംഡ് ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. റോഡ് ഓൾ അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് വന്നത്. സോ ഫെയ്ത്ത്ഫുൾ ഇൻ ലവ് ആൻഡ് സോ ഡോൺലെസ് ഇൻ വാർ. ഫെയ്ത്ത്ഫുൾ ഇൻ ലവ് എന്ന് പറയുന്നത് ഭയങ്കര കമ്മിറ്റഡ് ആയിരുന്നു ആൾ വെൻ ഇറ്റ് കംസ് ടു ലവ്. ബട്ട് സോ ഡോൺലെസ് ഇൻ വാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയറിങ് ആയിരുന്നു വെൻ ഇറ്റ് കംസ് ടു വാർ. ആരെയും പേടിയില്ല, ധൈര്യത്തോടെ വാറിനെ എല്ലാം ഫേസ് ചെയ്യാൻ, എല്ലാ ഒബ്സ്റ്റിക്കിൾസിനെയും ഫേസ് ചെയ്യാൻ മാത്രം. വെരി കറേജിയസ് ആൻഡ് ബ്രേവ്. സോ ദർ നെവർ വാസ് നൈറ്റ് ലൈക്ക് ദി യങ് ലോക്കിനർ. ഇതുപോലെ ഒരു ഡെയറിങ് ബ്രേവ് സോ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു നൈറ്റിനെ കുറിച്ച് ഇതുവരെ ആരും കേട്ടിട്ടേ ഇല്ല. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. സെക്കൻഡ് സ്റ്റാൻസിലേക്ക് വരുമ്പോൾ ഹി സ്റ്റേറ്റ് നോട്ട് ഫോർ ബ്രേക്ക് ആൻഡ് ഹി സ്റ്റോപ്പ് നോട്ട് ഫോർ സ്റ്റോപ്പ്. അതായത് ആള് ലോക്കിൻവാർ ഹോഴ്സ് ബാക്കിൽ വരുമ്പോൾ മുമ്പിൽ ഒരുപാട് തിക്കറ്റ്സ്, ബുഷസ്, സ്റ്റോൺസ്, റോക്സ്, ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ വഴിയിലുണ്ടാവും. അവിടെയൊന്നും ലോക്കിൻവാർ കുതിര നിർത്തി സമയമെടുത്തതെടുത്ത് മാറ്റും അങ്ങനെ ഒന്നും ചെയ്തില്ല. മാക്സിമം സ്പീഡിൽ തന്നെ മുമ്പോട്ട് വന്നു. കാരണം എത്രയും വേഗം തന്നെ ആൾക്ക് എലന്റെ അടുത്ത്, എലൻ ആരാണ്? ലോക്കിൻവാറിന്റെ ലേഡി ലവ്. എലൻ ലോക്കിൻവാറിന്റെ ബിലവഡ് ആയിട്ടുള്ള എലന്റെ അടുത്ത് എത്രയും വേഗം എത്തണം. അപ്പം ഈ ഒരു സെന്റൻസ് വഴി നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലോക്കിൻവാറിന് എത്രയും വേഗം എലന്റെ അടുത്ത് എത്തുക എന്നുള്ളത്. ഹി സ്വാം ദ എസ്ക് റിവർ വെ ഫോർഡ് ദർ വാസ് നൺ. ഫോർഡ് എന്ന് പറയുന്നത് ഒരു ക്രോസിംഗ് പോയിന്റ് ആണ്. ഈ എസ്ക് റിവറിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ക്രോസ് ചെയ്യാനായിട്ടൊരു ക്രോസിംഗ് പോയിന്റ് ഇല്ല. എന്നിട്ടും അതൊക്കെ താണ്ടി അദ്ദേഹം ലോക്കിൻവാർ വരുവാണ്. പക്ഷേ ബട്ട് ഹി അലൈറ്റഡ് നെതർബൈ ഗേറ്റ്. എന്ന് പറയുന്നത് ബിഫോർ എന്നാണ്. അപ്പം ഈ നെതർബൈ ഗേറ്റിൽ എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് എന്ത് സംഭവിച്ചു? ബ്രൈഡ് ഓൾറെഡി കൺസെന്റ് കൊടുത്തു വേറെ ഒരാളെ കല്യാണം കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഗ്യാലന്റ് അല്ലെങ്കിൽ നമ്മുടെ ലോക്കിൻവാർ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. സോ എലൻ എങ്ങനെയുള്ള ആളെയാണ് കല്യാണം കഴിക്കുന്നതെന്നാണ് അടുത്ത ലൈനിൽ പറയുന്നത്. ഫോർ എ ലഗാർഡ് ഇൻ ലവ് ആൻഡ് ഡസ്റ്റാർഡ് ഇൻ വാർ. ലഗാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഫോളിഷ്, ലേസി ആയിട്ടുള്ളതാണ്. വെൻ ഇറ്റ് കംസ് ടു ലവ്, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഈസ് സച്ച് എ ലഗാർഡ് അല്ലെങ്കിൽ സച്ച് എ ലേസി പേഴ്സൺ. ആൻഡ് ഡസ്റ്റാർഡ് ഇൻ വാർ. ഡസ്റ്റാർഡ് എന്ന് പറയുന്നത് കവേർഡ്ലി ആയിട്ടുള്ളത്. അപ്പം അത്രയും ഭീരുവായിട്ടുള്ള ഒരാളെയാണ് ഇവിടെ നമ്മുടെ എലൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ലഗാർഡ് ഇൻ ലവ് ആൻഡ് ഡസ്റ്റഡ് ഇൻ വാർ എന്ന് പറയുന്ന ഫ്രേസ് ശരിക്കും ലോക്കിൻ വാർ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ എങ്ങനെയാണ് നമ്മൾ ഫെയ്ത്ത്ഫുൾ ഇൻ ലവ് ആൻഡ് ഡോൺലെസ് ഇൻ വാർ എന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസിൽ ലോക്കിൻ വാറിനെ സർ വാൾട്ടർ സ്കോട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കണ്ടത്. ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിഷൻ ആയിട്ടുള്ള ലഗാർഡ് ഇൻ ലവ് ആൻഡ് ഡസ്റ്റഡ് ഇൻ വാർ എന്നാണ് എലൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സോ അത് തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം കാണാമല്ലോ. അപ്പോൾ അതാണ് ഈ സ്റ്റാൻസിൽ പറയുന്നത്. ബേസിക്കലി ലോക്കിൻ വാർ ഈ നെതർബൈ ഗേറ്റ്, കല്യാണം നടക്കുന്ന നെതർബൈ ഗേറ്റിലെത്തുമ്പോഴത്തേക്കും ഓൾറെഡി ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ബ്രൈഡ് ഓൾറെഡി സമ്മതം മൂളിയിട്ടുണ്ട് വേറൊരു കല്യാണത്തിന്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റാൻസ് നോക്കാം. തേർഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? സോ ബോൾഡ്ലി എൻഡേർഡ് ദ നെതർബൈ ഹാൾ. അതായത് ലോക്കിൻവാർ ഭയങ്കര ബോൾഡായിട്ട്, ഭയങ്കര ധൈര്യത്തോടെ, കോൺഫിഡൻസോട് കൂടി നെതർബൈ ഹാളിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ബ്രൈഡ്സ്മെനും കിൻസ്മെനും ബ്രദേഴ്സ്, അതായത് എലന്റെ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. എലന്റെ റിലേറ്റീവ്സും എല്ലാവരും ചുറ്റും ഉണ്ടായിരുന്നു. അവിടെ ധൈര്യത്തോടെ നമ്മുടെ ലോക്കിൻവാർ കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ബ്രൈഡിന്റെ ഫാദർ, പുള്ളിയുടെ കൈ എവിടെയാണ്? ഹിസ് ഹാൻഡ് ഓൺ ഹിസ് സ്പേർട്ട്.
കൈ സ്വേർഡിൽ ഇങ്ങനെ. ഈ ലോക്കിൻ വാറിനെ എലന്റെ ഫാദർ കണ്ടതും എലന്റെ ഫാദർ സ്വേർഡിൽ മുറുക്കെ പിടിക്കണം. അതായത് പെട്ടെന്നൊരു ഫൈറ്റിന് എങ്ങനെ ആവശ്യം വന്നല്ലോ, ലോക്കിൻ വാർ എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയില്ല. സോ പെട്ടെന്നൊന്ന് സ്വേർഡിൽ ഒന്ന് പിടിമുറുക്കി. ഫോർ ദ പുവർ ക്രേവൻ ബ്രൈഡ് ഗ്രൂം സെറ്റ് നെവർ അവോർഡ്. അതായത് എലനെ കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രൈഡ് ഗ്രൂം എന്ത് ചെയ്തു, അദ്ദേഹം ഭയങ്കര ക്രേവൻ എന്ന് പറയുന്ന ഭയങ്കര ടിബിഡ് ഫൂളിഷ് ആയിട്ടുള്ള ആള്, ഭയങ്കര എഗെയിൻ ഒരു ഭീരുവിനെ പോലെ ഒന്നും മിണ്ടാതെ മാറി അങ്ങ് നിന്നു. അപ്പോൾ നമ്മുടെ ബ്രൈഡിന്റെ ഫാദർ ചോദിക്കുകയാണ് ലോക്കിൻ വാർ, എന്തിനാണ് ഇവിടെ വന്നത്, പീസിന് വേണ്ടി സമാധാനത്തിനാണ് വന്നത്, ഓർ കമ്മിയ ഇൻ വാർ, അതോ ഒരു യുദ്ധത്തിന് വേണ്ടിയാണ് വന്നത്, അതോ ഇനി നമ്മുടെ എല്ലന്റെ കല്യാണത്തിന്റെ ഒരു ഡാൻസ് ഒക്കെ കളിക്കാൻ, ഡാൻസ് അറ്റ് ബ്രൈഡൽ, ഒരു ചുമ്മാ ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വിട പറയാൻ വേണ്ടിയാണോ വന്നത്, എന്താണ് ലോക്കിൻ വാറിന്റെ വരവിന്റെ ഉദ്ദേശമെന്ന് ചോദിക്കുകയാണ് എലന്റെ ഫാദർ. നമുക്കിനി തേർഡ് സ്റ്റാൻസ നോക്കാം. തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്, ഐ ലോങ് വൂഡ് യുവർ ഡോട്ടർ മൈ സ്യൂട്ട് ഡിനൈറ്റ്. അതായത് വൂ എന്ന് പറഞ്ഞാൽ എന്താണ്, വിൻ അല്ലെ വൺ. അപ്പം WIN അല്ല WON. അപ്പം കുറേ നാളായിട്ട് ലോക്കിൻ വാർ ഈ നമ്മുടെ ഫാദറിനോടാണ്, എലന്റെ ഫാദറിനോടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് നാളായിട്ട് തങ്ങളുടെ മക്കളിനെ ജയിക്കാനായിട്ട്, തങ്ങളുടെ മകളുടെ ഇഷ്ടം പറ്റി എന്താ പിടിച്ചു വാങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു, വിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ മൈ സ്യൂട്ട് ഡിനൈറ്റ്, അപ്പോൾ ആ ഒരു കല്യാണവും പ്രൊപ്പോസലൊക്കെ ആയിട്ട് പ്രൊസീഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സ്യൂട്ട് അല്ലെങ്കിൽ ഈ പ്രൊപ്പോസൽ നിങ്ങൾ ഡിനൈ ചെയ്തു. അപ്പോൾ ലവ് സ്വെൽസ് ലൈക്ക് ദ സോൾവേ ബട്ട് എബ്സ് ലൈക്ക് ഇറ്റ്സ് ടൈഡ്. ഈ സോൾവേ എന്ന് പറയുന്നത് ഒരു എസ്റ്ററിയാണ്. ഇംഗ്ലണ്ടിൻ്റെ സ്കോട്ട്ലൻഡിൻ്റെ നടുക്കുള്ളൊരു എസ്റ്ററിയാണ് സോൾവേ. അവിടുത്തെ വെള്ളം പോലെ, അവിടുത്തെ വാട്ടർ പോലെ ലവ് എന്ന് പറയുന്നത് എന്താണ്, പൊങ്ങുകയും താഴുകയും ചെയ്യും. ഇടയ്ക്ക് ലവ് ഭയങ്കര പാഷനേറ്റ്ലി ഇറ്റ് വിൽ റൈസ് അപ്പ്, അതുപോലെ തന്നെ താഴ്ന്നു വരികയും ചെയ്യും. എബ്സ് ബട്ട് എബ്സ് ലൈക്ക് ഇറ്റ്സ് ടൈഡ്. എബ്സ് എന്ന് പറയുന്നത് താഴ്ന്നു വരിക, അതായത് ഫെയ്ഡ് ആയി പോവാന്നാണ് എബ്സ് എന്ന് പറയുന്നത്. അതായത് ഇടയ്ക്ക് അതിൽ ടൈഡ് പോലെ പൊങ്ങും താഴും, അതായത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് ഈ ലവിലും അല്ലെങ്കിൽ പ്രണയത്തിലും. ഈ താഴ്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് നൗ ഐ ആം കം വിത്ത് ദിസ് ലോസ് ലവ് ഓഫ് മൈൻഡ്. അതായത് എൻ്റെ ആ ഒരു ലവിൻ്റെ പാഷനേറ്റ് ഫേസ് കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ആ ഒരു ലവ് ഒക്കെ എബ്ഡായി പോയി, അതായത് ഫെയ്ഡായി പോയി. ഞാനിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണ്, ആ ഒരു ഓർമ്മകൾ, അതായത് പഴയ ലോസ് ലവ് ഓഫ് മൈൻഡ്, ആ പഴയ കഴിഞ്ഞു പോയ പ്രണയത്തിൻ്റെ ഓർമ്മകൾ അല്ലെ അതിൻ്റെ റെമനൻസ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, വേറെ ഒന്നിനുമല്ല. അപ്പം എൻ്റെ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ലീഡ് ബട്ട് വൺ മെഷർ ഡ്രിങ്ക് വൺ കപ്പ് ഓഫ് മൈൻഡ്. അതായത് പറ്റുമെങ്കിൽ ഒരു ഡാൻസ്, ഒരു വൺ മെഷർ ഓഫ് ഡാൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വൺ മെഷർ എന്ന് പറയുന്നത് ഒരു ഡാൻസ് കളിച്ച്, ഇപ്പം നമ്മുടെ യൂറോപ്യൻ സ്റ്റൈൽ വെഡ്ഡിങ്സിലൊക്കെ എന്താണ് ഡാൻസ് ഒക്കെ ഒരു സെറിമണിയാണ്. അപ്പം ഒരു ഡാൻസ് ഒക്കെ കളിച്ച് ഒരു കപ്പ് ഓഫ് വൈനും കുടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല കുറച്ചുകൂടെ ഫ്ലെക്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ലോക്കിൻ വാർ. ലാസ്റ്റ് 2 സെൻറ്റൻസ് നോക്കിക്കേ. ദർ ആർ മെയ്ഡൻസ് ഇൻ സ്കോട്ട്ലൻഡ് മോർ ലവ്ലി ബൈ ഫാർ ദാറ്റ് വുഡ് ഗ്ലാഡ്ലി ബി ബ്രൈറ്റ് ടു ദ യങ് ലോക്കിൻ വാർ. അതായത് എലനേക്കാൾ സുന്ദരിമാരായിട്ടുള്ള മെയ്ഡൻസ് സ്കോട്ട്ലൻഡിൽ ഒത്തിരി ഉണ്ട്, ലവ്ലി ആൻഡ് പ്രിറ്റിയർ ദാൻ എലൻ. അപ്പം അവർക്ക് ദേ വിൽ ബി വെരി മച്ച് ഗ്ലാഡ് ടു മാരി ദ യങ് ലോക്കിൻ വാർ. സോ എലന വേണ്ട, അതിലും നല്ല എനിക്ക് കിട്ടുമെന്നാണ് ഇവിടെ ലോക്കിൻ വാർ ഫ്ലെക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്, ദ ബ്രൈഡ് കിസ് ദ ഗോബ്ലെറ്റ് ദ നൈറ്റ് ടു കിട്ട് അപ്പ് ഹി ക്വാഫ്ഡ് ഓഫ് ദ വൈൻ ആൻഡ് ഹി ത്രൂ ഡൗൺ ദ കപ്പ്. അതായത് ബ്രൈഡ് ഒരു ഗോബ്ലെറ്റ് അല്ലെ ഒരു ഗ്ലാസ് എടുത്ത്, വൈനുള്ള ഗ്ലാസ് എടുത്തിട്ട് അതിലൊന്ന് കിസ് ചെയ്ത് അത് കുടിക്കുകയാണ് ബ്രൈഡ്, നമ്മുടെ എലൻ. ദ നൈറ്റ് ടു കിറ്റ് അപ്പ്. അപ്പം ബ്രൈഡ് യൂസ് ചെയ്ത ഗ്ലാസ്സിൽ സെയിം അത് നൈറ്റ് നമ്മുടെ ലോക്കിൻ വാർ ആ സെയിം ഗ്ലാസ് എടുത്ത് അതിൽ നിന്ന് വൈൻ കുടിക്കുന്നത്, അത് എലൻ കുടിച്ച ഗ്ലാസ്സിൽ നിന്ന് തന്നെ ലോക്കിൻ വാറും അതെടുത്ത് കുടിക്കുവാണ്. അതും ജസ്റ്റ് ഡ്രിങ്ക് ചെയ്തു എന്നല്ല പറയുന്നത്, ഹി ക്വാഫ്ഡ് അപ്പ്, അതായത് മൊത്തം വിഴുങ്ങി. ആൻഡ് ഹി ത്രൂ ഡൗൺ ദ കപ്പ്, അത് മൊത്തം വിഴുങ്ങിയിട്ട് ആ കപ്പങ്ങ് മാറ്റി വെച്ചു. അപ്പം അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുക, ആക്ച്വലി കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞതുപോലെ ശരിക്കും ലോക്കിൻ വാർ എലനെ മറന്നിട്ടില്ല. അതൊരു ലോക്കിൻ വാറിന്റെ ആക്ട് ആയിരുന്നു. എലന്റെ ഫാദറിന്റെ മുമ്പിൽ താനൊരു പ്രശ്നത്തിനൊന്നും അല്ല വന്നത് എന്നൊരു ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്ട് ചെയ്തതായിരുന്നു. ഇപ്പോഴും ലോക്കിൻ വാറിന് എലനെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ എലന്റെ സെയിം ഗ്ലാസ്സിൽ നിന്ന് വൈൻ കുടിച്ചതും അത് ക്വാഫ് ചെയ്യുകയോ ചെയ്തത്, ഗൾബ് ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം എലന്റെ റിയാക്ഷൻ എന്താണ്, ഷീ ലുക്ക് ഡൗൺ ടു ബ്ലഷ് ആൻഡ് ഷീ ലുക്ക്ഡ് അപ്പ് ടു സൈ വിത്ത് എ സ്മൈൽ ഓൺ ഹെർ ലിപ്സ് ആൻഡ് ടിയർ ഇൻ ഹെർ ഐ. അപ്പം എലന് എന്താ സന്തോഷം കൊണ്ട് ബ്ലഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു സൈ, അതായത് ഒരു വിഷമവും ഉണ്ട്, ഒരു എന്തോ ഒരു വിഷമം. വിത്ത് എ സ്മൈൽ, അതായത് സ്മൈലും ഉണ്ട് ടിയറും ഉണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ലോക്കിൻമാരെ വന്നു, എന്താ തന്നെ ലോക്കിൻമാർ ഉപേക്ഷിച്ചില്ല, ഉപേക്ഷിക്കാതെ ലോക്കിൻമാർ വന്നു, ധൈര്യത്തോടെ കയറി നെതർബൈ ഹാളിലേക്ക് വന്നു, ഫാദറിനെ അഡ്രസ്സ് ചെയ്തു,
താൻ എന്താ തൻ്റെ സെയിം ഗോബ്ലെറ്റിലേക്ക് ഗ്ലാസ് യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം കൊണ്ട് ബ്ലഷ് ചെയ്യുകയോ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ. പക്ഷേ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടിയർ വരാനുള്ള കാരണം, വിഷമം വരാനുള്ള കാരണം താനിപ്പം എലൻ അകപ്പെട്ടിട്ടുള്ള ആ ഒരു ഇമോഷണൽ ടേമോയിൽ. കാരണം എന്താണ് ഇനി സംഭവിക്കുക, എന്തിന് നടക്കുമെന്നൊന്നും യാതൊരു നിശ്ചയമില്ല. അപ്പം അതിൻ്റെ ആ ഒരു അൺസർട്ടനിറ്റി കൊണ്ടുള്ള ഒരു സങ്കടമാണ് എലനിൽ പിന്നീടുള്ളത്. ഹി ടുക്ക് ഹർ സോഫ്റ്റ് ഹാൻഡ് ഹർ മദർ കുഡ് ബാർ. അപ്പം എലന്റെ അമ്മയ്ക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് ഓടിപ്പോയി ലോക്കിൻ വാരൻ നമ്മുടെ എലന്റെ കൈ പിടിച്ചു. എന്തിനാണ്? ഡാൻസ് കളിക്കാനായിട്ട്. നൗ ട്രെഡ് ബി എ മെഷർ, നമുക്കൊരു ഡാൻസ് കളിക്കാൻ വേണ്ടുന്നൊരു സ്റ്റെപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി ആർക്കെങ്കിലും തടയുന്നതിന് മുമ്പ് തന്നെ ലോക്കിൻ വാർ എലന്റെ കയ്യിൽ പോയി പിടിക്കുക. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് സോ സ്റ്റേറ്റ്ലി ഹിസ് ഫോം ആൻഡ് സോ ലവ്ലി ഹർ ഫേസ്. അതായത് ലോക്കിൻവാറിനെ കുറിച്ചും എലനെ കുറിച്ചുമാണ് ഈ സെൻറ്റൻസ്. അതായത് ലോക്കിൻവാർ സോ സ്റ്റേറ്റ്ലി എന്ന് പറയുന്നത് ഭയങ്കര ടോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പിയറൻസ് ആയിരുന്നു ലോക്കിൻവാറിനുള്ളത്. ആൻഡ് സോ ലവ്ലി ഹർ ഫേസ്, അതായത് എലനെ കാണാൻ ഭയങ്കര ലവ്ലി പ്രിറ്റിയർ. അതായത് എന്താ അവരുടെ അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് നല്ല രസമുണ്ടായിരുന്നു. അതായത് ലോക്കിൻവാർ നല്ല ടോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു നോബിൾ ലുക്കിംഗ് പേഴ്സൺ, അതേപോലെ തന്നെ എലൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രിറ്റി ചാമിങ് ആയിട്ടുള്ളൊരു ആളുമായിരുന്നു. സോ ദേ ലുക്ക് പെർഫെക്റ്റ് ടുഗെദർ. ദറ്റ് നെവർ എ ഹാൾ സച്ച് എ ഗാലിയർഡ് ഗ്രേസ്. ഗാലിയർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 17th 18th സെഞ്ചുറിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ഡാൻസിനെയാണ്, ആ സമയത്ത് ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസിനെയാണ് നമ്മൾ ഗാലിയർഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഗാലിയർഡ് നടന്നിട്ടുള്ള ഒരു ഹോളിലും ഇത്രയും നല്ലൊരു പെയറിനെ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? വൈൽ ഹർ മദർ ഡിഡ് ഫ്രെറ്റ് ആൻഡ് ഹർ ഫാദർ ഡിഡ് ഫ്യൂം. അതായത് മദറിന് ഭയങ്കരമായിട്ട് വിഷമവും, ആള് ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആയി, ഭയങ്കരമായിട്ട് വെറി ചെയ്യാൻ തുടങ്ങി. ഇവർ ഡാൻസ് ചെയ്യുന്നുണ്ട്, ഇനി എന്ത് നടക്കും എന്ന് പറഞ്ഞാൽ ആകെ ഒരു പേടിയും വിഷമവും ഒക്കെ വന്നു. ഫാദർ ഡിഡ് ഫ്യൂം, അതായത് ഫാദറിന് ദേഷ്യവും വന്നു. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവും എലന്റെ അമ്മയ്ക്കും അച്ഛനും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവർ ഡാൻസ് കളിക്കാൻ തുടങ്ങിയത്. ആൻഡ് നമ്മുടെ ബ്രൈഡ് ഗ്രൂം എന്ത് ചെയ്തു? ബ്രൈഡ് ഗ്രൂം അവിടെ ഭയങ്കര ഓക്വേർഡ് വിയേർഡായിട്ട് സൈഡിൽ ഒന്നും ചെയ്യാതെ തന്നെ ആ ഒരു ബ്രൈഡ് ഗ്രൂമിനെ നമ്മൾ നേരത്തെ എന്ത് വേർഡ്സ് വെച്ചിട്ടാണ് അഡ്രസ്സ് ചെയ്തത്? ഭയങ്കര ലേസി, കവേർഡ്ലി, ക്രേവൻ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ആളുടെ പ്ലൂം എന്ന് പറഞ്ഞത് എന്താണ്? ഈ ഫെദർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാറ്റ് ഇല്ലേ, തൊപ്പി, അതിനെയാണ് നമ്മൾ പ്ലൂം എന്ന് വിളിക്കുക. അതും ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ അനങ്ങാതെ കുറച്ച് ഓക്വേർഡ് അടിച്ച് ആള് നിൽക്കുവാണ് നമ്മുടെ ബ്രൈഡ് ഗ്രൂം. അപ്പോൾ നമ്മുടെ ബ്രൈഡ് മെയ്ഡൻസ്, അതായത് എലന്റെ കൂടെയുള്ള ബ്രൈഡ് മെയ്ഡൻസ് എന്ത് പറഞ്ഞു? ഇറ്റ് വെയർ ബെറ്റർ ബൈ ഫാർ ടു ഹാവ് മാച്ച്ഡ് അവർ ഫെയർ കസിൻ വിത്ത് യങ് ലോക്കിൻവാർ. അതായത് ലോക്കിൻവാറിന്റെ കൂടെ നമ്മുടെ ഫെയർ കസിൻ ആരാണ്? എലൻ. ലോക്കിൻവാറിന്റെ കൂടെ എലൻ ഒരുമിക്കുന്നതായിരുന്നു നല്ലത്. അവർ നല്ലൊരു പെയർ മേക്ക് ചെയ്യുന്നുണ്ട്, അതായത് നല്ല രസമുണ്ട് അവരെ കാണാൻ ഒരുമിച്ച്. സോ നമ്മുടെ ബ്രൈഡ്സ് ഗ്രൂമിനെക്കാളും എന്തുകൊണ്ടും ബെറ്റർ ലോക്കിൻവാർ ആണെന്ന് റീഅസേർട്ട് ചെയ്യുവാണ് ഇവിടെ ബ്രൈഡ്സ് മെയ്ഡൻസ് കൂടെ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ലോക്കിൻവാറിനും എലനും മാത്രമല്ല, ചുറ്റും കണ്ടു നിൽക്കുന്ന പലർക്കും കൂടെ താല്പര്യമുണ്ട് ഇവർ തമ്മിൽ ഒന്നിക്കാൻ. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് വൺ ടച്ച്ഡ് ഹർ ഹാൻഡ് ആൻഡ് വൺ വേർഡ് ഇൻ ഹർ ഇയർ. അതായത് പെട്ടെന്ന് ലോക്കിൻവാർ ഇവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓർക്കുന്നില്ലേ? അപ്പോൾ ഈ ഡാൻസിൻ്റെ ഇടയിൽ പെട്ടെന്ന് എലൻ്റെ കയ്യിൽ ലോക്കിൻവാറിന് തട്ടി, അതായത് എന്തോ സിഗ്നൽ കൊടുക്കുന്ന രീതിയിൽ ഒന്ന് തട്ടി, ഒരു ടച്ച് ടു ഹർ ഹാൻഡ്, എന്നിട്ട് ഒരു വൺ വേർഡ് ഇൻ ഹർ ഇയർ. അത് പെട്ടെന്ന് ചെവിയിലും എന്തോ പറഞ്ഞത്, കയ്യിലൊന്ന് തട്ടി ചെവിയിൽ എന്തോ ഒരു വാക്ക് പെട്ടെന്ന് ഒരു സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ എന്തോ പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും ഒറ്റ ഓട്ടം ഓടി. എങ്ങോട്ടാണ്? ഹോൾ ഡോറിലേക്ക്. അതായത് നെതർബൈ ഹോളിൻ്റെ എൻട്രൻസിലെ ഡോറിൻ്റെ അങ്ങോട്ട് ഓടി. അവിടെ ചാർജർ സ്റ്റുഡ് നിയർ. ചാർജർ എന്ന് പറയുന്ന ആരാണ്? സ്റ്റീഡ് അല്ലെങ്കിൽ ഹോഴ്സ്. ലോക്കിൻവാറിൻ്റെ ഹോഴ്സ് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തിന്? ടു എസ്കേപ്പ്. അപ്പം ആളുകൾ വരുന്നതിൻ്റെ മുമ്പ് പെട്ടെന്ന് ഡാൻസിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം ലോക്കിൻവാർ കയ്യിലൊന്ന് തട്ടി ചെവിയിൽ ഒരു വാക്ക് പറഞ്ഞ് അവരെ നേരെ ഹോൾഡറിലേക്ക്. അപ്പം തന്നെ എല്ലാം മനസ്സിലായി രക്ഷപ്പെടാനുള്ള ഒരു സിഗ്നൽ ആണതെന്ന്. രണ്ടുപേരും ഓടി ഹോളിൻ്റെ ഡോറിൽ വന്നു. ഡോറിൽ നിന്ന് അവിടെ അപ്പോൾ ചാർജർ റെഡിയായിട്ട് നിൽപ്പുണ്ട്. നേരെ ലോക്കിൻവാർ ആദ്യം എലനെ കുതിരപ്പുറത്ത് കയറ്റുന്നു. എന്നിട്ട് ലോക്കിൻവാറും കയറി. ഷീ ഈസ് വൺ, വി ആർ ഗോൺ ഓവർ ബാങ്ക് ബുഷ് ആൻഡ് സ്കോർ. ദേ വിൽ ഹാവ് ഫ്ലീറ്റ് സ്റ്റീഡ്സ് ദറ്റ് ഫോളോ. ലോക്കിൻവാർ എന്താണ് പറയുന്നത്? ലോക്കിൻവാർ പറയാം നമ്മൾ ജയിച്ചു, ലൈക്ക് നമ്മൾ ഇനി കിട്ടില്ല. അവർ ബാങ്കും ബുഷും സ്കോറും എല്ലാം കടന്ന്, അതായത് കാടും മലയും പുഴയും എല്ലാം കടന്നിട്ട് അവർ കുതിരപ്പുറത്തങ്ങ് പോവുകയാണ്. അപ്പം ദേ വിൽ ഹാവ് ഫ്ലീറ്റ് സ്റ്റീഡ്സ് ദറ്റ് ഫോളോ. അതായത് ഈ എലൻ്റെ വീട്ടുകാർ വെറുതെ ഇരിക്കില്ല, അവർ ഉറപ്പായിട്ടും വരും. പക്ഷെ അവരുടെ എത്ര സ്പീഡുള്ള കുതിരകൾ പുറകെ വന്നാലും തങ്ങളെ പിടിക്കാൻ കഴിയില്ല എന്നാണ് ലോക്കിൻവാർ ഇതിൽ പറയുന്നത്. കോത്ത് യങ് ലോക്കിൻവാർ. കോത്ത് എന്ന് പറയുന്നത് സേഡ് എന്നാണ്, പറഞ്ഞു. അപ്പം ലോക്കിൻവാർ അത് പറഞ്ഞിട്ട് അവർ അങ്ങനെ രക്ഷപ്പെടുകയാണ്.
There was mounting among Greens of the Netherby clan. Fosters, Fenwicks and Musgraves, they rode and they ran. അതായത് എന്താണ് പറയുന്നത്, ഈ ഗ്രീംസ്, ഫോസ്റ്റേഴ്സ്, ഫെൻവിക്സ്, മിസ്ഗ്രേവ്സ് എന്ന് പറയുന്നത് ഫാമിലി നെയിംസ് ആണ്. അതായത് നമ്മുടെ എലൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നല്ലോ. അപ്പം അതിലെ പ്രധാനപ്പെട്ട ഫാമിലി, അതായത് ഒരുപാട് വലിയ ഫാമിലി ക്ലാൻസ് ആണ് അവർ. അപ്പം ഇവരെല്ലാവരും ദേ റോഡ് ആൻഡ് ദേ റൺ, അതായത് എല്ലാവരും എന്താ നമ്മുടെ എലൻ്റെയും ലോക്കിൻവാറിൻ്റെ പുറകെ പോവുകയാണ്. ദർ വാസ് റേസിങ് ആൻഡ് ചേസിങ് ആൻഡ് കനോബി ലീ. ഈ കനോബി ലീ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഫീൽഡാണ്, അല്ലെങ്കിൽ സ്ട്രെച്ച് ഓഫ് ലാൻഡ്. അപ്പം ഒരു ലീ എന്ന് പറയുന്ന ഒരു മെഡോയാണ്, അല്ലെങ്കിൽ ഓപ്പൺ ലാൻഡ് എന്നാണ്. അപ്പം ആ ഒരു സ്ഥലത്തും കനോബി ലീ എല്ലായിടത്തും ഭയങ്കര റേസിങ്, അതായത് പുറകെ ഇങ്ങനെ തപ്പി പോവുകയാണ്, എവിടെയാണെന്ന് പറഞ്ഞ് ഒരു എന്താ സെർച്ച് ചെയ്ത് പോവുകയാണ്. പക്ഷേ ബട്ട് ദ ലോസ് ബ്രൈഡ്, അതായത് കാണാതെ പോയ ബ്രൈഡിനെ ഒരിക്കലും നെവർ ഡിഡ് ദേ സീ, അവർ ഒരിക്കലും കണ്ടില്ല, ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവരെ. സോ ഡെയറിങ് ഇൻ ലവ് ആൻഡ് സോ ഡോൺലെസ് ഇൻ വാർ. ആരാണ് സോ ഡെയറിങ് ഇൻ ലവ് ആൻഡ് സോ ഡോൺലെസ് ഇൻ വാർ? നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞിരുന്നു, ദ ലോക്ക് ഇൻ വാറിനെ ഡിസ്ക്രൈബ് ചെയ്തതാണ് അങ്ങനെ. അപ്പം ആ ഡെയറിങ് ഇൻ ലവ് ആൻഡ് ഡോൺലെസ് ഇൻ വാർ ആയിട്ടുള്ള ലോക്ക് ഇൻ വാറിനെ, ഹാവ് യു എവർ ഹേർഡ് ഓഫ് ഗ്യാലൻ ലൈക്ക് യങ് ലോക്ക് ഇൻ വാർ? സോ ഇത്രയ്ക്ക് ഡെയറിങ് ഇൻ ലവ് ആൻഡ് ഡോൺലെസ് ആയിട്ടുള്ള ഒരു നൈറ്റിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് നമ്മുടെ പോയം തീരുന്നത്. സോ എന്താണ് പോയത്തിൽ ബേസിക്കലി പറയുന്നത്? ലോക്കിൻ വാർ വെസ്റ്റിൽ നിന്ന് ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് നെതർബൈ ഹോളിലേക്ക് വരുന്നു. നെതർബൈ ഹോളിൽ എലൻ്റെ തൻ്റെ ബിലവഡിൻ്റെ കല്യാണമാണ്. അപ്പം കല്യാണത്തിന് വന്ന് ആ കല്യാണം വെറുതെ കൂടാൻ വന്നതെന്ന രീതിയിൽ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് എലൻ്റെ കൂടെ ഒരു ഡാൻസ് കളിക്കുന്നു, ഒരു വൈൻ കുടിക്കുന്നു. പക്ഷെ ആ ഡാൻസിൻ്റെ ഇടയ്ക്ക് എന്താണ് ചെയ്യുന്നത്? ഉടനെ എലനുമായിട്ട് രക്ഷപ്പെടുകയാണ് നെതർബൈ ഹോളിൽ നിന്ന്. അപ്പം എലൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഫാമിലി ക്ലൻസ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സോ ദേ ഹാപ്പിലി ലിവ്ഡ് എവർ ആഫ്റ്റർ എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഇതൊരു ഏൻഷ്യൻറ്റ് ബാലഡ് രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. സോ വൺ ഓഫ് ദ ഫേമസ് പോംസ് യുനോ. അപ്പം ഇതിൻ്റെ നമുക്കിനി തീംസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. തീംസ്. ആദ്യത്തെ തീം എന്ന് പറയുന്നത് ലവ് ആൻഡ് ഷിവാൽറി ആണ്. അപ്പം പോയം റൊമാൻറ്റിസൈസസ് ദ ഐഡിയൽസ് ഓഫ് ഷിവാൽറി ആൻഡ് കോട്ട്ലി ലവ്. അതായത് ഷിവാൽറി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഷിവാൽറിക് എന്ന് പറയുമ്പോൾ ഓണർ ക്രീപ്പ് ചെയ്ത് ബ്രേവ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള, ഫിയർലെസ് ആയിട്ടുള്ള നൈറ്റ്സ് ആണ് ഷിവാൽറിക് ആയിട്ടുള്ള നൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന് എക്സാമ്പിളാണ് ലോക്കിൻ വാർ. അപ്പം ആ ഒരു ഐഡിയൽസ് ഓഫ് ഷിവാൽറിനെയും കോട്ട്ലി ലവിനെയൊക്കെ പോയം റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് പോയം. അടുത്ത തീം എന്ന് പറയുന്നത് ഫ്രീഡം വേഴ്സസ് ഡ്യൂട്ടി. ഇത് എലൻ്റെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് എലന് തൻ്റെ ഫാമിലിയോടുള്ളൊരു ഡ്യൂട്ടിയും ഉണ്ട്, അതേസമയം തനിക്ക് ഫ്രീഡം വേണം, ലൈക്ക് ദ ഡിസേർവ് ഫോർ ഫ്രീഡം ആൻഡ് ട്രൂ ലവ്. അതായത് ലോക്കിൻ വാറിന്റെ കൂടെ പോവുകയും വേണം. അപ്പൊ ആ ഒരു എലന്റെ ആ ഒരു എന്താ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് തീം വരുന്നത് അഡ്വഞ്ചർ ആൻഡ് ഹീറോയിസം. കാരണം എന്താണ്, ലോക്കിൻ വാർ ഭയങ്കര ഹീറോയിക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഐഡന്റിറ്റിയാണ് ആ ക്യാരക്ടറിനെ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ബോൾഡ് ബ്രേവ് ആയിട്ടുള്ള ഒരു ഹീറോ പോലെയാണ് ലോക്കിൻ വാറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. പിന്നെ അഡ്വഞ്ചറസ് ആവാനുള്ള കാരണം എന്താണ്, ഒരു പോയത്തിൽ ആ ഒരു അഡ്വഞ്ചറിന്റെ എലമെന്റ്, ഒരു ത്രില്ലിംഗ് എലമെന്റ് ത്രൂ ഔട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ക്വയറീസ് ഓർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.